എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ്. 5ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിൽ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം മോഡൽ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് പോയാലോ. പ്രവർത്തനം 1. വായിക്കാം എഴുതാം. കഴുകന്റെ കാഴ്ചകൾ. ഉയരെ പാറും കഴുകനു പാടം പച്ചക്കമ്പളമാകുന്നു. വെള്ളം കയറി നിറഞ്ഞ തടങ്ങൾ പൊട്ടിയ ചില്ലുകളാകുന്നു. മലയടിവാരം ചുറ്റി വരുന്നൊരു പുഴയൊരു വെൺതൂകിലാകുന്നു. ചിതറിക്കാണും വീടുകളാരോ വിതറിയ കൂടുകളാകുന്നു. ഭൂമിയെ മൂടും മൂടൽമഞ്ഞല പഞ്ഞിത്തുണ്ടുകളാകുന്നു. വലിയ മരങ്ങൾ നിറഞ്ഞൊരു കാടും നല്ലൊരു പുൽമേടാകുന്നു. നമ്മുടെ റോഡുകൾ നാനാവിധമായി ചിന്നിയ നാടകളാകുന്നു. അതിലെ അലയും നാമോ കഴുകിന് ചോണനുറുമ്പുകളാകുന്നു. നമുക്കിതിലെ ചോദ്യങ്ങളൊക്കെ നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, ചോണനുറുമ്പുകളായി കഴുകന് തോന്നുന്നത് ആരെയാണ്? ഓപ്ഷൻസ് വായിക്കാം. ഉറുമ്പുകളെ, കല്ലുകളെ, മനുഷ്യരെ, പുഴുക്കളെ. ഉത്തരം മനുഷ്യരെ. രണ്ടാമത്തെ ചോദ്യം, മലയടിവാരം ചുറ്റി വരുന്നത് എന്താണ്? വാഹനങ്ങൾ, പുഴ, മഞ്ഞ്, കാറ്റ്. ഉത്തരം പുഴ. മൂന്നാമത്തെ ചോദ്യം, കഴുകന്റെ പ്രത്യേകതയായി കവിതയിൽ പറയുന്നത് എന്താണ്? താഴ്ന്നു പറക്കുക, ഉയരത്തിൽ പറക്കുക, ഉയരത്തിൽ ഇരിക്കുക, ഉറക്കെ കരയുക. ഉത്തരം ഉയരത്തിൽ പറക്കുക. നാലാമത്തെ ചോദ്യം, കവിതയിൽ പ്രയോഗിച്ച തുകിൽ എന്ന പദത്തിന്റെ അർത്ഥമെന്ത്? മഞ്ഞ്, പാടം, മൂടൽ, വസ്ത്രം. ഉത്തരം വസ്ത്രം. അഞ്ചാമത്തെ ചോദ്യം, കഴുകൻ പച്ചക്കമ്പളം പോലെ കണ്ടത് എന്താണ്? പാടവും കുളവും, പാടം, കാടും പൂന്തോപ്പും, കാടും മേടും. ഉത്തരം പാടം. ഇനി പ്രവർത്തനം 2 വായിക്കാം എഴുതാം. പൂന്തോട്ടം. ഓരോ മലരും വിരിഞ്ഞു നിന്നു, ശലഭങ്ങളെല്ലാം പറന്നു വന്നു. ചെമ്പകം, പൂമുല്ല, ചെട്ടിച്ചെടികളും തെച്ചിയും പിച്ചയും പൂത്തുലഞ്ഞു. വണ്ടുകൾ ആനന്ദ പാട്ടും പാടി ചെമ്പകപ്പൂവിൽ ഇരുന്നു കൊണ്ട്. പൂത്തുമ്പി പാറിപ്പറന്നു വന്നു, പൂന്തൻ കുടിച്ചു രസിച്ചു നിന്നു. കാർത്തന്നാൽ അങ്ങിങ്ങ് വീശിയപ്പോൾ പൂവുകൾ ആനന്ദ നൃത്തമാടി. പക്ഷികൾ ആഹ്ലാദ പാട്ടുപാടി, മയിലുകൾ സന്തോഷ നൃത്തമാടി. കുട്ടികൾ പാടിക്കളിച്ചിടുന്ന പൂന്തോട്ടം എന്തൊരു ഭംഗിയാണ്. നിങ്ങൾ ഈ കവിത 2-3 പ്രാവശ്യം വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ഒന്നാമത്തെ ചോദ്യം, എവിടെയാണ് മലരുകൾ വിരിഞ്ഞു നിന്നത്? ഓപ്ഷൻസ് ഉണ്ട്. ആകാശത്ത്, പൂന്തോട്ടത്തിൽ, കാട്ടിൽ. ഉത്തരം പൂന്തോട്ടത്തിൽ. രണ്ടാമത്തെ ചോദ്യം, ആരാണ് ആനന്ദപ്പാട്ട് പാടിയത്? വണ്ടുകൾ, പൂത്തുമ്പി, പൂവുകൾ. ഉത്തരം വണ്ടുകൾ. മൂന്നാമത്തെ ചോദ്യം, എപ്പോഴാണ് പൂവുകൾ ആനന്ദ നൃത്തമാടിയത്? പൂന്തേൻ കുടിച്ചപ്പോൾ, മലർ വിരിഞ്ഞപ്പോൾ, കാർത്തന്നൽ അങ്ങിങ്ങ് വീശിയപ്പോൾ. ഉത്തരം കാർത്തന്നൽ അങ്ങിങ്ങ് വീശിയപ്പോൾ. നാലാമത്തെ ചോദ്യം, കുട്ടികൾ പാടിക്കളിച്ചിടുമ്പോൾ എന്ത് മാറ്റമാണ് പൂന്തോട്ടത്തിന് ഉണ്ടായത്? ഭംഗി കൂടുന്നു, മാറ്റമുണ്ടാകുന്നില്ല, സന്തോഷം ഉണ്ടാകുന്നു. ഉത്തരം ഭംഗി കൂടുന്നു. അഞ്ചാമത്തെ ചോദ്യം, പൂമ്പാറ്റയ്ക്ക് പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? പൂത്തുമ്പി, കാർത്തന്നൽ, ശലഭങ്ങൾ. ഉത്തരം ശലഭങ്ങൾ. പ്രവർത്തനം 3 സംഭാഷണം തയ്യാറാക്കുക. ഈറോസ് ദേവനെ അന്വേഷിച്ച് നടന്ന സൈക്കെ ഡിമിറ്റർ എന്ന വസന്ത ദേവതയെ കണ്ടുമുട്ടുന്നു. അവർ തമ്മിലുള്ള സംഭാഷണം സങ്കല്പിച്ച് എഴുതുക. ഇനി സംഭാഷണ ഉത്തരാണ്. സൈക്കെ, ഈറോസ് ദേവനെ അന്വേഷിച്ച് നടക്കുകയാണ് ഞാൻ. ഇനി തിരയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ഡിമിറ്റർ, നീ ഇങ്ങനെ ഭ്രാന്തിയെ പോലെ അലഞ്ഞിട്ട് എന്തു കാര്യം? സൈക്കെ, ഞാൻ എന്തു ചെയ്യും? എനിക്ക് ആരും തുണയില്ല. കാറ്റിനോടും കല്ലിനോടും ഒക്കെ സങ്കടം പറഞ്ഞു നടക്കുകയാണ് ഞാൻ. ഡിമിറ്റർ, ഈറോസ് ദേവൻ അദ്ദേഹത്തിന്റെ അമ്മയുടെ അടുത്തുണ്ട്. വിളക്കിലെ എണ്ണ വീണ് തോൾപുള്ളി കിടക്കുകയാണ്. സൈക്കെ, എന്നെ ഉപേക്ഷിക്കരുത്. എനിക്ക് അദ്ദേഹത്തെ കാണണം. ഒരു വഴി പറഞ്ഞു തരൂ. ഡിമിറ്റർ, ഒരു വഴിയേയുള്ളൂ. ആഫ്രോഡിറ്റയോട് മാപ്പ് പറയണം. പാപപരിഹാരം ചെയ്ത് പ്രസാദിപ്പിക്കണം. സൈക്കെ, ശരി, ഞാൻ അങ്ങനെ ചെയ്യാം. പ്രവർത്തനം 4 2018-19 വർഷങ്ങളിലെ പ്രളയങ്ങൾ നമ്മെ പഠിപ്പിച്ച പാഠങ്ങളിൽ ഒന്ന് പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഒരു ലഘുപ്രസംഗം തയ്യാറാക്കുക. ഉത്തരം, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സമാനതകളില്ലാത്ത പ്രളയ ദുരന്തങ്ങളിലൂടെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം 2018-19 വർഷങ്ങളിൽ കടന്നുപോയത്. തകർന്നു വീണ വീടുകൾ, നാമാവശേഷമായ കൃഷികൾ, മലവെള്ളപ്പാച്ചിലിനൊപ്പം ഒഴുകിപ്പോയ മലകൾ,
വഴിമാറി ഒഴുകിയ നദികൾ, ഒരു നിലവിളി പോലും അവശേഷിപ്പിക്കാതെ മണ്ണിനടിയിലായി പോയ ജീവനുകൾ, ഒരു പിടി സ്വപ്നങ്ങൾ. ഈ ദുരന്തങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചിലതുണ്ട്. നാം എങ്ങനെയാണ് നമ്മുടെ അമ്മയായ ഭൂമിയോട്, പ്രകൃതിയോട് ഇടപെടുന്നത്? എന്തും വലിച്ചെറിയാനുള്ള ഒരിടം മാത്രമല്ലേ നമുക്ക് ഈ മണ്ണ്? ഒരു രാക്ഷസനെ പോലെ മണ്ണുമാന്തി യന്ത്രം നമ്മുടെ മലകൾ ഇടിച്ചിടുന്നതും മണ്ണ് കോരിയെടുത്ത് വയലുകളും തണ്ണീർത്തടങ്ങളും നികത്തുന്നതും നാം കൗതുകത്തോടെ നോക്കി നിൽക്കാറില്ലേ? വികസനത്തിന്റെ പേരിൽ എത്ര മലകളാണ് നമ്മൾ ഇല്ലാതാക്കിയത്? എത്രയെത്ര കാടുകൾ, എത്രയെത്ര ജലാശയങ്ങൾ, എത്രയെത്ര ജീവജാലങ്ങൾ ഇതിനോടകം ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായി. നമ്മുടെ പൂർവികർ പ്രകൃതിയെ സ്നേഹിച്ചിരുന്നു. അവർക്ക് ഭൂമി അമ്മയായിരുന്നു. ചവിട്ടി നടക്കുന്ന മണ്ണ് പവിത്രമായ ഒന്നായിരുന്നു. നമുക്കും അങ്ങനെ തന്നെ ആവണം. പ്രകൃതി നശിച്ചാൽ അതോടെ ഈ ഭൂമുഖത്ത് നിന്ന് ജീവനും ഇല്ലാതാകും. പ്രകൃതിയെ നശിപ്പിച്ച് കീഴടക്കി നമുക്ക് ഒന്നും നേടാനാവില്ല. നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകളുടെ ഫലമാണ് കൊടും ചൂടായും മലവെള്ളപ്പാച്ചിലായും പലതരം രോഗങ്ങളായും നാം ഇന്ന് അനുഭവിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. പ്രകൃതിയെ ഇനിയും നോവിക്കില്ല എന്ന് തീരുമാനമെടുക്കാം. പ്രകൃതിയെ സ്നേഹിച്ച് സംരക്ഷിച്ച് വളരുന്ന ഒരു തലമുറയിലെ കണ്ണികളായി നമുക്ക് മാറാം. നന്ദി, നമസ്കാരം. ഇങ്ങനെയാണ് കേട്ടോ ഒരു പ്രസംഗം എഴുതേണ്ടത്. പ്രവർത്തനം 5. അഭിനന്ദന സന്ദേശം തയ്യാറാക്കുക. റോമിൽ നിന്ന് ഗ്രേറ്റയെ തേടി ഒരു ഫോട്ടോഗ്രാഫർ എത്തി. ഗ്രേറ്റയുടേതുപോലെ ഒരു സൈക്കിൾ. അതിന്റെ പെഡലിൽ ചാരിവെച്ച പ്ലക്കാർഡിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നന്ദി ഗ്രേറ്റ, ഞങ്ങളുമുണ്ട് നിനക്കൊപ്പം. ഗ്രേറ്റയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു സന്ദേശം തയ്യാറാക്കുക. ഉത്തരം: പ്രിയപ്പെട്ട ഗ്രേറ്റ, സ്കൂളിൽ നിന്ന് അവധിയെടുത്ത് സ്വീഡിഷ് പാർലമെന്റിന് മുൻപിൽ പരിസ്ഥിതിക്കായി സമരം നടത്തിയ ഗ്രേറ്റ, നിനക്ക് അഭിനന്ദനങ്ങൾ. ഭൂമിക്ക് വേണ്ടി നീ നടത്തുന്ന സമരത്തോടൊപ്പം ഞങ്ങളും ചേരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പരിസ്ഥിതി നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും പരിഹാരം നേടാനും ഞങ്ങളും ഞങ്ങളിൽ കഴിയുന്ന വിധം പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നീ തുടങ്ങിവെച്ച മുന്നേറ്റത്തിന്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നത് അഭിമാനമായി ഞങ്ങൾ കരുതുന്നു. ഞങ്ങളുമുണ്ട് നിന്നോടൊപ്പം. ഇനി പ്രവർത്തനം 6. വിശകലനക്കുറിപ്പ്. ഇപ്പരുവത്തിൽ ചിരിക്കാൻ മേല ഒക്കെ പൊറുക്കണേ, കാക്കപ്പൂവേ, തിരുവോണം മറക്കാത്ത തുമ്പപ്പൂവേ. മുകളിൽ നൽകിയ 1.1 കോടി മാവേലിമാർ എന്ന കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: കേരളത്തിന്റെ വെള്ളപ്പൊക്ക കാലത്തെ അനുഭവങ്ങൾ ചേർത്ത് ഏഴാച്ചേരി രാമചന്ദ്രൻ രചിച്ച കവിതയാണ് 1.1 കോടി മാവേലിമാർ. ആയിരം മാവേലിമാർ കേരളത്തിൽ ജന്മം കൊണ്ട മനോഹരമായ കാര്യമാണ് കവി നമ്മളോട് പറയുന്നത്. ദുരിതത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ കേരളം ഒന്നാകെ മുന്നോട്ട് വന്ന കാര്യം കവി എടുത്തു പറയുന്നു. ഈ പ്രളയ ദുരിതത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരായ ചിലരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. പല ജീവജാലങ്ങളുടെയും ജീവൻ പ്രളയം എടുത്തു. ഈ സമയത്ത് ചിരിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്നാണ് ആ ദുഃഖ സമയത്തെക്കുറിച്ച് കവി പറയുന്നത്. തിരുവോണം വരുന്ന നേരമാണ്. പൂക്കളായ കാക്കപ്പൂവും തുമ്പപ്പൂവും ഞങ്ങളോട് ക്ഷമിക്കണം. ഈ നേരത്ത് തിരുവോണം ആഘോഷിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്നും പറയുന്നു. പ്രളയം ദുരിതം വിതച്ച ഓണക്കാലത്ത് മലയാളികൾ എല്ലാം മറന്ന് ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്ന തിരക്കിലായിരുന്നു. അവരെ ദുരിതത്തിൽ നിന്നും കരകയറ്റുന്ന പ്രവർത്തനം നടന്നതിനാൽ പലരും പൂക്കളങ്ങൾ ഇടാൻ മറന്നുപോയിരുന്നു. അതുകൊണ്ടാണ് ഓണപ്പൂക്കളോട് കവി ക്ഷമ ചോദിക്കുന്നത്. പ്രവർത്തനം 7. ജീവചരിത്രക്കുറിപ്പ്. സൂചനകൾ വികസിപ്പിച്ച് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. സൂചനകൾ തൊട്ട് താഴെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. ONV കുറിപ്പ്. 1931 മെയ് 27 ജനനം. കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ജനിച്ചത്. കോളേജ് അധ്യാപകനായിരുന്നു. മാറ്റിവിൻ ചട്ടങ്ങളെ, ദഹിക്കുന്ന പാനപാത്രം, നീലക്കണ്ണുകൾ, മയിൽപീലി, അക്ഷരം, ഭൂമിക്കൊരു ചരമഗീതം, ഉപ്പ്, ഉജ്ജയിനി, തോന്നിയാക്ഷരങ്ങൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ. ചലച്ചിത്ര ഗാനങ്ങളും നാടകഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം, പത്മശ്രീ പുരസ്കാരം, കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ തുടങ്ങി ഒട്ടേറെ അവാർഡുകൾ. 2016 ഫെബ്രുവരി 16 അന്തരിച്ചു. ഇനി നമുക്ക് ഈ സൂചകങ്ങളൊക്കെ കൂടിച്ചേർത്തിട്ട് ഒരു നല്ല ജീവചരിത്രക്കുറിപ്പാക്കിയാലോ? ഉത്തരം: ONV കുറിപ്പ്. 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറ എന്ന ഗ്രാമത്തിലാണ് ONV കുറിപ്പ് ജനിച്ചത്. കേരളത്തിലെ വിവിധ കോളേജുകളിൽ അദ്ദേഹം അധ്യാപകനായി ജോലി നോക്കിയിരുന്നു. മലയാള കവിതകൾ, ചലച്ചിത്ര ഗാനങ്ങൾ തുടങ്ങി ഒട്ടേറെ രചനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. മാറ്റിവിൻ ചട്ടങ്ങളെ, ദഹിക്കുന്ന പാനപാത്രം, നീലക്കണ്ണുകൾ, മയിൽപീലി, അക്ഷരം, ഉജ്ജയിനി, ഭൂമിക്കൊരു ചരമഗീതം, ഉപ്പ്, തോന്നിയാക്ഷരങ്ങൾ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കവിതാ സമാഹാരങ്ങളാണ്. ഒട്ടേറെ നാടക, ചലച്ചിത്ര ഗാനങ്ങളും ONV കുറിപ്പ് രചിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം, പത്മശ്രീ പുരസ്കാരം, കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2016 ഫെബ്രുവരി 16 ONV കുറിപ്പ് അന്തരിച്ചു. ഇങ്ങനെയാണ് നിങ്ങൾ ജീവചരിത്രക്കുറിപ്പ് സൂചകങ്ങൾ അനുസരിച്ച് തയ്യാറാക്കേണ്ടത്. ഇനി പ്രവർത്തനം 8. പഴഞ്ചൊല്ല് വ്യാഖ്യാനം.
അതിലെ എ ക്വസ്റ്റ്യൻ. ഇതിൽ 3 പഴഞ്ചൊല്ലുകൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തേത് പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല, രണ്ടാമത്തേത് ഒരുമ തന്നെ പെരുമ, മൂന്നാമത്തേത് നിത്യാഭ്യാസി ആനയെ എടുക്കും. മുകളിൽ നൽകിയ പഴഞ്ചൊല്ലുകളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന്റെ പൊരുൾ എഴുതുക. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ കൂടി നോക്കാമേ. ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കവിത എഴുതിയത് ആര്? ഓപ്ഷൻസ് ഉണ്ട്. സുഗതകുമാരി, ONV കുറുപ്പ്, ഏഴാശ്ശേരി രാമചന്ദ്രൻ. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കിയാലോ. അതിൽ എ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ പഴഞ്ചൊല്ല് ഏതായിരുന്നു? പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല. അതിനൊരു മീനിങ് എന്തായിരിക്കും നമുക്ക് നോക്കാം. മറ്റുള്ളവർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും ചെയ്ത ജോലി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ല എന്നർത്ഥം. ഇതാണ് ഈ പഴഞ്ചൊല്ലിന്റെ വ്യാഖ്യാനം. രണ്ടാമത്തെ പഴഞ്ചൊല്ല് നോക്കിയാലോ. ഒരുമ തന്നെ പെരുമ. എന്താണ് ഇതിന്റെ അർത്ഥം? ഒത്തുചേരൽ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കും. ഒരുമയോടെ പ്രവർത്തിച്ചാൽ ഏത് ജോലിയും വിജയിപ്പിക്കാൻ കഴിയും. മൂന്നാമത്തെ പഴഞ്ചൊല്ല് നോക്ക്. നിത്യാഭ്യാസി ആനയെടുക്കും. എന്താണ് ഇതിന്റെ അർത്ഥം? നിത്യവും ശ്രമിച്ചാൽ ഏത് പ്രയാസമേറിയ ജോലിയും നിസ്സാരമായി പൂർത്തിയാക്കാൻ കഴിയും. ഇനി ബി ക്വസ്റ്റിന് ഉത്തരം എന്താണ്? ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കവിത എഴുതിയത് ആരാണ്? ഉത്തരം ഏഴാശ്ശേരി രാമചന്ദ്രൻ.